ജീവിച്ചിരിക്കുന്നയാളെ മരിച്ചു കാണിച്ച് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കാൻ ശ്രമമെന്ന് പരാതി. കോഴിക്കോട് നാദാപുരം പഞ്ചായത്തിലാണ് പരാതി ഉയർന്നത്. കോൺഗ്രസ് അനുകൂല വോട്ട് തള്ളിക്കാൻ CPM പ്രവർത്തകർ തെറ്റായ പരാതി നൽകിയെന്നാണ് ആക്ഷേപം. തിരുവനന്തപുരത്ത് RSS നിയന്ത്രണമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വോട്ട് ചേർക്കാൻ ശ്രമമെന്ന് കോൺഗ്രസിന്റെ പരാതിയും ഉയർന്നു. നാദാപുരം പഞ്ചായത്ത് 2-ാം വാർഡിലെ വോട്ടറാണ് കല്ലുള്ളതിൽ കല്യാണി. ഇന്നലെ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരെത്തി നൽകിയ നോട്ടീസ് കണ്ട് കല്യാണി ഞെട്ടി. താൻ മരിച്ചതായി പരാതിയുണ്ടെന്നും മരിച്ചിട്ടില്ലെങ്കിൽ തെളിവ് ഹാജരാക്കണമെന്നുമായിരുന്നു നോട്ടീസ്. ആര് പറഞ്ഞിട്ട് തള്ളിയേ? എന്തിട്ടാ തള്ളിയേ? ഞാൻ മരിച്ചെന്നും പറഞ്ഞിട്ടാണ് ഇപ്പോൾ തള്ളിച്ച്. പഞ്ചായത്തിൽ നിന്ന് എൻ്റെ വകയിലാണ് കൈ കിട്ടി. കോൺഗ്രസിന്റെ മുൻ ബ്ലോക്ക് സെക്രട്ടറി അമ്മയാണ് കല്യാണി. കല്യാണം മരിച്ചെന്ന പരാതി നൽകിയത് CPM പ്രവർത്തകരാണ്. കല്യാണിയുടേത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും UDF അനുകൂല വോട്ടുകൾ തള്ളിക്കാൻ CPM വ്യാപക ശ്രമം നടത്തുന്നതായും കോൺഗ്രസ് ആരോപിച്ചു. ഉദ്യോഗസ്ഥ തലത്തിലുള്ള തെറ്റിദ്ധാരണ ഉണ്ടാക്കി കള്ള പ്രചരണങ്ങൾ നടത്തി കള്ള പരാതികൾ കൊടുത്ത് എങ്ങനെയെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ള ജനാധിപത്യ വിരുദ്ധത അതിരൂക്ഷമായി നാദാപുരം പഞ്ചായത്തിൽ കാണുകയാണ്. തിരുവനന്തപുരത്ത് RSS നിയന്ത്രണത്തിലുള്ള സ്ഥാപനത്തിൽ വോട്ടർമാരെ ചേർത്തുന്ന പരാതിയുമായി കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി രംഗത്തെത്തി. സംസ്കൃതി ഭവനുകളുടെ വിലാസത്തിലാണ് വോട്ട് ചേർത്തത്. അതിനിടെ മലപ്പുറത്ത് രേഖകൾ തിരുത്തി പ്രായപൂർത്തിയാകാത്തവരെ വോട്ടർ പട്ടികയിൽ ചേർക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ ഹിയറിംഗ് ഓഫീസർക്കെതിരെ നടപടിയെടുത്തു. എഞ്ചിനീയറിംഗ് വിഭാഗം സൂപ്രണ്ട് ഷിബു അഹമ്മദിനെ തെരഞ്ഞെടുപ്പ് ചുമതലയിൽ നിന്നും മാറ്റി. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 കോഴിക്കോട്.